ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് ഇന്ത്യ അനുദിനം മുന്നോട്ടാണ്. ഭാവി വിക്ഷേപണങ്ങൾക്കായി ശ്രീഹരിക്കോട്ടയ്ക്കൊപ്പം തമിഴ്നാട്ടിൽ പുതിയ വിക്ഷേപണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാം വിക്ഷേപണ കേന്ദ്രം എന്നതിലുപരി ചില പ്രത്യേകതകളും കൂടി കുലശേഖരപട്ടണത്തെ പുതിയ കേന്ദ്രത്തിനുണ്ട്. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ എക്സ്പ്ലെയർ കാണാം. ബഹിരാകാശ പര്യവേഷണത്തിൽ അടുത്ത കാലത്ത് ഇന്ത്യയുടെ മുന്നേറ്റം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഡോക്കിംഗ് സാങ്കേതിക വിദ്യയടക്കം കൈപ്പിടിയിലൊതുക്കിയ നമ്മുടെ രാജ്യം സ്വപ്ന പദ്ധതികൾക്കായുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കും കടന്നിരിക്കുന്നു. ബഹിരാകാശത്തേക്കുള്ള ഇന്ത്യയുടെ വാതിലായി നിലനിൽക്കുന്ന ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രം 100ാം വിക്ഷേപണവും കടന്ന് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആകെയുള്ള വിക്ഷേപണ കേന്ദ്രം കൊണ്ട് മാത്രം ഭാരതത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ പലതിനും കാലതാമസം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കാലതാമസത്തിന്റെ കഥകൾക്ക് തിരശീല വീഴാൻ ഇനി അധികം താമസമില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത. രാജ്യത്തിന്റെ വിക്ഷേപണ സാധ്യതകളെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയോടൊപ്പം തമിഴ്നാട്ടെ കുലശേഖരപട്ടണവും വിക്ഷേപണ മികവിന്റെ മാധുര്യം നുകരാൻ തയ്യാറെടുക്കുകയാണ്. 2024 ഫെബ്രുവരി 28-നാണ് തമിഴ്നാട് തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖരപട്ടണത്തിലെ ഇന്ത്യയുടെ രണ്ടാം വിക്ഷേപണ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. 950 കോടി രൂപ ചെലവിലൊരുങ്ങുന്ന സ്വപ്ന സമുച്ചയത്തിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളും അതിവേഗം കുതിക്കുന്നു. 500 കിലോഗ്രാം വരെ ഭാരമുള്ള ചെറുകിട ഉപഗ്രഹ വിക്ഷേപണങ്ങൾ, അതായത് SSLV ദൗത്യങ്ങളുടെ വിക്ഷേപണങ്ങളാണ് രണ്ടാം നിലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആഗോള വിപണിയിൽ വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾക്ക് ചിറക് നൽകാൻ ഇന്ത്യയുടെ സഹായഹസ്തങ്ങൾ തേടുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ പുതുമ നിറഞ്ഞതല്ല. ഈ അവസരങ്ങളിലെ വാണിജ്യ സാധ്യതകൾക്ക് കൂടിയാണ് ഇന്ത്യ ജീവൻ നൽകുന്നത്. SSLVയുടെ 2ഉം 3ഉം ഘട്ടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള അപ്പർ സ്റ്റേജ് അസംബ്ലി ഫെസിലിറ്റീസ്, ലോഞ്ച് സർവീസ് ബിൽഡിംഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് കുലശേഖരപട്ടണത്തുള്ള സമുച്ചയത്തിൽ സജ്ജമാകുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടി കുലശേഖരപട്ടണത്തെ നിലയത്തിനുണ്ട്. നിലവിലുള്ള കേന്ദ്രത്തിൽ നിന്ന് കിഴക്കോട്ട്, കൃത്യമായി പറഞ്ഞാൽ ഭൂമധ്യരേഖയിലേക്ക് ഭാരമേറിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ അനുയോജ്യമാണെങ്കിലും SSLV വിക്ഷേപണങ്ങൾക്ക് ഇത് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ധ്രുവ കേന്ദ്രീകൃത വിക്ഷേപണങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന സംവിധാനം കൂടിയാണ് രാജ്യം ഒരുക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ സ്വാഭാവിക സഞ്ചാരപാതയൊരുങ്ങുക നമ്മുടെ അയൽ ദ്വീപരാജ്യമായ ശ്രീലങ്കയ്ക്ക് മുകളിലൂടെയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യയുടെ റോക്കറ്റുകൾ ലങ്കൻ കരഭാഗം ഒഴിവാക്കാൻ മർമ്മപ്രധാനമായ ദിശാമാറ്റത്തിനുള്ള സംവിധാനവും പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഈ കാരണം കൊണ്ട് നേർരേഖയിൽ സഞ്ചരിക്കേണ്ടതിന് പകരം റോക്കറ്റ് ഒരു വലിയ ടേൺ എടുക്കാറുണ്ട്. ഈ ടേൺ മാനുവർ നടത്താൻ റോക്കറ്റ് ഗണ്യമായ അളവിൽ ഇന്ധനം കത്തിക്കുന്നു. വലിയ റോക്കറ്റുകൾക്ക് റോക്കറ്റിന്റെ പേലോഡ് വഹിക്കാനുള്ള ശേഷിയിൽ വലിയ സ്വാധീനമില്ലാതെ ഈ തന്ത്രം നടത്താൻ കഴിയുമെങ്കിലും SSLV പോലുള്ള ചെറിയ റോക്കറ്റുകൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ധാരാളം ഇന്ധനമാണ് നഷ്ടപ്പെടുക. ടേൺ മാനുവർ മൂലം ഇന്ധനം നഷ്ടപ്പെടുന്നത് വഴി റോക്കറ്റിന്റെ പേലോഡ് വഹിക്കാനുള്ള ശേഷിയെയും അതോടൊപ്പം തന്നെ കാര്യക്ഷമതയെയും സാരമായി ബാധിക്കുന്നു. ലങ്കയെ ഒഴിവാക്കി നേർരേഖയിൽ വിക്ഷേപണം സാധ്യമാകുന്ന മേഖലയാണ് കുലശേഖരപട്ടണം എന്നുള്ളത് ഇന്ത്യയുടെ വിക്ഷേപണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഘടകമാണ്. 2026-ൽ നിലയം പൂർണ്ണത കൈവരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇന്ത്യ ആഗോള ബഹിരാകാശ പര്യവേഷണ രംഗത്ത് തന്റേതായ മാനവും സ്ഥാനവും നേടുന്ന നിലയത്തിലേക്ക് എത്തുമ്പോൾ അയൽ രാജ്യങ്ങളും പുതു സംരംഭകരും തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കുള്ള പോംവഴിയായി ഇന്ത്യയെ അടയാളപ്പെടുത്തുമ്പോൾ ശാസ്ത്ര സാങ്കേതികതയിൽ ലോക രാജ്യങ്ങൾ പോലും വെല്ലുവിളിക്കാൻ ഭയക്കുന്ന രീതിയിലേക്ക് ഭാരതം പടർന്ന് പന്തലിച്ചിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.